നമസ്കാരം. മധുരം മലയാളത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടുന്നത് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമാണ്. അരുവിപ്പുറത്തു നിന്ന് ഒരു സന്ദേശം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അരുവിപ്പുറത്തു നിന്ന് ഒരു സന്ദേശം. നമുക്ക് പാഠം പരിചയപ്പെടാം. അരുവിപ്പുറത്തു നിന്ന് ഒരു സന്ദേശം. അരുവിപ്പുറത്തു നിന്ന് ഒരു സന്ദേശം എന്ന പാഠം PK ഗോപാലകൃഷ്ണന്റെ ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് PK ബാലകൃഷ്ണൻ തയ്യാറാക്കിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ. അപ്പോൾ ഇതൊരു ജീവചരിത്ര ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് PK ഗോപാലകൃഷ്ണൻ തയ്യാറാക്കിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ. ആ ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് അരുവിപ്പുറത്തു നിന്ന് ഒരു സന്ദേശം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ വിശകലനം ചെയ്യപ്പെടുക. നമുക്ക് നൽകിയിരിക്കുന്ന പാഠഭാഗം പരിചയപ്പെടാം. ഒപ്പം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഹൃദയവിശാലതയുടെ നിലാവുദിക്കുന്നു. ഹൃദയവിശാലത. അപ്പോൾ എന്താണ്? നമുക്കറിയാം, പലപ്പോഴും നമുക്കെന്താണ് ഇടുങ്ങിയ ചിന്താഗതിയാണ് അല്ലേ? മറ്റുള്ളവരെ കൂടി സ്വീകരിക്കുവാൻ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ, അവരെ കൂടി കരുതുവാൻ, ചേർത്തു നിർത്തുവാൻ ഒക്കെ എന്താണ് ചിലപ്പോഴെങ്കിലും നമ്മൾക്ക് അല്പം വിമുഖതയുണ്ടാകാം. ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജാതീയമായ വേർതിരിവുകൾ വളരെ അധികമുണ്ടായിരുന്ന ഒരു കാലമാണ്. മനുഷ്യനെ മനുഷ്യനായി പോലും കരുതാതിരുന്ന പലതരത്തിൽപ്പെട്ട വേർതിരിവുകളും നിലനിന്നിരുന്ന ഒരു കാലം. അവിടെ ശ്രീനാരായണ ഗുരു മാറ്റത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് കടന്നു വരികയാണ്. അപ്പം അങ്ങനെ എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട തീർച്ചയായും എന്താണ് നമുക്കറിയാം, ശ്രീനാരായണ ഗുരുവിനെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് നാം പറയുക, അല്ലെങ്കിൽ വിശേഷിപ്പിക്കുക. അപ്പം അത്രമാത്രം സാമൂഹികമായ മാറ്റങ്ങൾക്ക് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളുമൊക്കെ നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് പാഠം പരിചയപ്പെടാം. അരുവിപ്പുറത്തു നിന്ന് ഒരു സന്ദേശം. നമുക്ക് ലേഖനം പരിചയപ്പെടാം. അരുവിപ്പുറത്തു നിന്ന് ഒരു സന്ദേശം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്തെ തൻ്റെ ആശ്രമത്തിൻ്റെ പുറത്തെ ഭിത്തിയിൽ സ്വന്തം കൈപ്പടയിൽ എഴുതി പ്രദർശിപ്പിച്ച വാക്യങ്ങൾ. ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാതെ എല്ലാവരും സാഹോദര്യത്തോടെ വാഴുന്ന മാതൃകാസ്ഥാനം. ഭാരതീയ നവോത്ഥാനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ അടങ്ങിയ മഹാസന്ദേശമായിരുന്നു അത്. അന്നത്തെ ഭാരതത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗുരുദേവൻ ഈ സന്ദേശം നൽകിയതെന്ന് പിൽക്കാലത്ത് ഗുരുദേവനും CV കുഞ്ഞിരാമനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം. ആ സംഭാഷണ ഭാഗം താഴെ ഉദ്ധരിക്കുന്നു. സ്വാമി, ദേശകാലാവസ്ഥകളാൽ നേരിടുന്ന ആവശ്യങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ഒന്നിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി വരും. ഹിംസ കലശലായിരിക്കുന്ന ദേശകാലങ്ങളിൽ അഹിംസാധർമ്മത്തിന് ജഗദ്ഗുരുക്കന്മാർ മറ്റു ധർമ്മങ്ങളെക്കാൾ മുഖ്യത കൽപ്പിക്കും. ബുദ്ധന്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു. അതിനാൽ അഹിംസാധർമ്മത്തിന് ബുദ്ധൻ മുഖ്യത കൽപ്പിച്ചു. നബിയുടെ കാലത്ത് അറേബ്യയിൽ സാഹോദര്യത്തിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നിരിക്കാം. അതിനാൽ അദ്ദേഹത്തിൻ്റെ മതത്തിൽ സാഹോദര്യത്തിന് മുഖ്യത കാണുന്നു. പ്രാധാന്യം. ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ്? ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്ന് മോചനം. ഇതാണ് ആധുനിക ഭാരതത്തെപ്പറ്റി ശ്രീനാരായണ ഗുരു നൽകുന്ന വിശകലനം. ഈ വിശകലനത്തിൽ എത്തിച്ചേർന്നാൽ സ്വാഭാവികമായും നൽകുന്ന സന്ദേശം ജാതിഭേദവും മതദ്വേഷവും ഉപേക്ഷിച്ച് സർവരും സാഹോദര്യത്തോടെ ജീവിക്കുക എന്നതായിരിക്കും. ആ ഉപദേശമാണ് 1888 തന്നെ ശ്രീനാരായണ ഗുരു ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുനിന്ന് ഇന്ത്യക്കു നൽകിയത്.
1888 എന്താണ് സംഭവിച്ചത്? ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അപ്പോൾ അധകൃത വർഗക്കാരെ സംബന്ധിച്ചിടത്തോളം ആരാധനാ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അവർക്ക് ആരാധനയ്ക്കായി ഒരു ക്ഷേത്രം, ഒരു പ്രതിഷ്ഠ നിർവഹിച്ചു കൊടുക്കുകയാണ് ശ്രീനാരായണ ഗുരു ചെയ്തത്. പിന്നീട് എന്താണ്? നിരവധി ക്ഷേത്രങ്ങൾ, നിരവധി പ്രതിഷ്ഠകൾ അദ്ദേഹം നടത്തുകയുണ്ടായി. ചില ക്ഷേത്രങ്ങളിൽ കണ്ണാടിയാണ് പ്രതിഷ്ഠയായി സ്ഥാപിച്ചത് എന്നും നാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്താണ്? ആരാധനാ സ്വാതന്ത്ര്യം, ഒപ്പം എന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം, ഒപ്പം എന്താണ്? തൊഴിലിടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക തുടങ്ങി എന്താണ്? സാമൂഹികമായ അനാചാരങ്ങളെയും അസമത്വങ്ങളെയും ഒക്കെ എന്താണ്? നേരിടുവാനും അധകൃത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുമൊക്കെ ഗുരു ബദ്ധശ്രദ്ധനായിരുന്നു എന്ന് നമുക്ക് കാണാം. അടുത്ത വർഷം അരുവിപ്പുറത്ത് ശിവരാത്രി ആഘോഷിച്ചപ്പോൾ ഈ സന്ദേശത്തിന്റെ പ്രസക്തി വ്യക്തമായി. നടരാജഗുരു നൽകുന്ന വിവരണം താഴെ ഉദ്ധരിക്കുന്നു. ഗുരുവിന്റെ സന്യാസ ജീവിതത്തിന്റെ ആസ്ഥാനമായിരുന്ന ആ വിജന സ്ഥലത്ത് ചെറുപ്പക്കാരും വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം വന്നു ചേർന്നു. ആ സ്ഥലത്തിന് ഒരു പട്ടണത്തിന്റെ പ്രതീതി. ജനക്കൂട്ടത്തിൽ നിന്ന് അല്പം മാറി അകന്ന് ഗുരു ഇരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആളുകളുമായി സംസാരിച്ചു മനസ്സിലാക്കി. ആന എഴുന്നള്ളിപ്പിന്റെയും വെടിക്കെട്ടിന്റെയും അർത്ഥശൂന്യതയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു. ഇന്നും നമുക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ഗുരു പ്രസംഗം ചെയ്തില്ല. പക്ഷെ ചുണ്ടുകൾ കൈമാറി ഗുരുവിന്റെ അഭിപ്രായം വേഗത്തിൽ എല്ലാവരും അറിഞ്ഞു. ഒരു വിധി പ്രസ്താവിക്കാതെ തന്നെ ഗുരുവിന്റെ നിർദ്ദേശം ജനങ്ങൾ നടപ്പിലാക്കി. എന്ന് പറഞ്ഞാൽ എന്താണ്? ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് ഒക്കെ തീർച്ചയായും എന്താണ്? ആരാധനയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു അനാവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹം എന്താണ്? അത് പ്രഖ്യാപിച്ചൊന്നുമില്ല എങ്കിലും അദ്ദേഹം എന്താണ്? തൻ്റെ ചുറ്റുമുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ തന്നെ പെട്ടെന്നു തന്നെ എന്താണ്? അവർ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും അത് ഒഴിവാക്കുകയുമാണ് ഉണ്ടായത്. ഒരു വിധി പ്രസ്താവിക്കാതെ തന്നെ ഗുരുവിന്റെ നിർദ്ദേശം ജനങ്ങൾ നടപ്പിലാക്കി. സ്വന്തം അന്തരാത്മാവിന്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്നത് പോലെ. അർദ്ധരാത്രി ആയപ്പോൾ ഗുരു പുറത്തു വന്നു. ഒരു യോഗം ചേരുന്നുണ്ട്. അധ്യക്ഷൻ ഗുരു തന്നെ. ജനക്കൂട്ടത്തിന്റെ തലവനായി അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ആശങ്കാകുലമായി. വെയിൽ കൊണ്ട് കരുവാളിച്ച ദേഹപ്രകൃതിയോടുകൂടിയ ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളും മറ്റുള്ളവരിൽ നിന്ന് മാറി അകന്നിരുന്നിരുന്നു. അവർ പാവപ്പെട്ട കർഷക തൊഴിലാളികളായിരുന്നു. പകൽ മുഴുവൻ പണിയെടുത്ത് ഉത്സവാന്തരീക്ഷത്തിൽ ആശ്വാസം കണ്ടെത്താൻ വന്നവർ. ഈ പാവപ്പെട്ട തൊഴിലാളികളും അവരുടെ പൂർവികന്മാരും യുഗങ്ങളായി പണക്കാർക്കു വേണ്ടി പണിയെടുക്കുന്നവരാണ്. ആ പണക്കാർ അവരുടെ നന്മയെ കൊയ്തെടുക്കുകയും ചെയ്തു. ജാതിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ യുഗങ്ങളായി അവർ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരും യാതന അനുഭവിക്കുന്നവരുമാണ്. ഇപ്പോൾ ഗുരുവിന് അത് കണ്ട് വല്ലാതെ ദുഃഖം തോന്നുകയാണ്. മുഖ്യധാരയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് അവർ മാറിയിരിക്കുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ അവരെ മാറ്റിയിരുത്തിയിരിക്കുന്നത് കണ്ടിട്ട്. ഇപ്പോൾ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ അവർ എന്താണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ട് തന്നെ അവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റിയിരുത്തിയിരിക്കുകയാണ്. ഗുരുവിന്റെ സൂക്ഷ്മദൃഷ്ടികൾ ഈ വേർതിരിഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിന്റെ നേരെ തിരിഞ്ഞു. പ്രാസംഗികരോട് അല്പനേരത്തേക്ക് പ്രസംഗം നിർത്തുവാൻ അദ്ദേഹം പറഞ്ഞു. ഇവരെ വേർതിരിച്ചിരുത്തണമോ എന്ന് ഗുരു ജനക്കൂട്ടത്തോട് ചോദിച്ചു. എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവരും സമന്മാരാണെന്ന തോന്നലുണ്ടാക്കിക്കൂടാ? അവരിൽ നിന്ന് 2 കുട്ടികളെ ഗുരു അടുത്തേക്ക് വിളിച്ചു. ദയാപൂർവമായ ചില ചോദ്യങ്ങൾക്കു ശേഷം അവരെ ഗുരുവിൻ്റെ 2 വശത്തുമായി ഇരുത്തി. മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിൻ്റെ മക്കളാണ്, ഗുരു പറഞ്ഞു. ഗുരുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. യുഗങ്ങളായി പാലിച്ചു വന്ന ആചാരത്തിൽ നിന്നുള്ള വ്യതിയാനത്തിൻ്റെ നിശബ്ദ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഞ്ഞുപതിച്ചു. ഇപ്പോൾ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ നിന്നിരുന്ന കാലഘട്ടമാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലം, അയിത്തം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ പക്ഷേ ഗുരു അവരെ തൻ്റെ അടുത്തേക്ക് ചേർത്തിരുത്തി.
ജനക്കൂട്ടം നിശബ്ദമായി അതിന് വഴങ്ങിക്കൊടുത്തു. അപ്പോൾ എന്താണ്, ഇവരെ മുഖ്യധാരയിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റിയിരുത്തതിനെതിരെ അദ്ദേഹം എന്താണ് കൂടുതലായൊന്നും പറഞ്ഞില്ല. എന്താണ് വളരെ സ്നേഹത്തോടെ എന്താണ് ഉപദേശ രൂപേണ ഇപ്രകാരം ചോദിക്കുക മാത്രമാണ് ചെയ്തത്. എന്താണ്, അവരെ അങ്ങനെ മാറ്റിയിരുത്തണമോ? അവരെയും നമ്മോടൊപ്പം ഇരുന്ന് അവരും നമ്മളും സമന്മാരാണെന്ന് തോന്നലുണ്ടാക്കിക്കൂടെ? എന്തിനെന്താണ് ജാതിയുടെ പേരിൽ അവരെ മാറ്റിയിരുത്തണം? അവർ നൂറ്റാണ്ടുകളായി മണ്ണിൽ പണിയെടുത്ത് നമുക്ക് അന്നം നൽകുന്നവരാണ് അല്ലേ? അപ്പോൾ മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കർഷക തൊഴിലാളികളുടെ മക്കളിൽ 2 പേരെ തൻ്റെ ദേഹത്തോട് തൻ്റെ ശരീരത്തോട് ചേർത്തിരുത്തി. ഗുരു എന്താണ് കണ്ണുനീരോടുകൂടി പറയുകയാണ്, മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അത് എന്താണ് ജനഹൃദയങ്ങളിൽ ആഞ്ഞു പതിക്കുകയും അവിടെ എന്താണ് പുതിയൊരു കാലഘട്ടത്തിന് തുടക്കം കുറിക്കുകയുമായിരുന്നു. ഇതുകൊണ്ടും അവസാനിച്ചില്ല. യോഗാവസാനത്തിൽ തൻ്റെ മഠത്തിൻ്റെ ചുവരിന്മേൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്ന ഒരാളെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചു. അതേതാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഭാരതത്തിൻ്റെ ഐക്യത്തിനും മനുഷ്യ സാഹോദര്യത്തിനും ഗുരു നൽകിയ നിരുപമ സുന്ദരമായ സന്ദേശത്തിൻ്റെ നിശബ്ദമായ അലകൾ ജനങ്ങളെ പുതിയൊരു ലോകത്തിലേക്ക് ഉയർത്തി. അതുവരെ ഉണ്ടായിരുന്ന അനാചാരത്തിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ കാണാച്ചരടുകൾ ആ സന്ദർഭത്തിൽ ഭേദിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ അയിത്തത്തിൻ്റെ, മാറ്റി നിർത്തലിൻ്റെ, അനാചാരത്തിൻ്റെ വേലിക്കെട്ടുകൾ അവിടെ തകർന്നു വീഴുകയാണ്. ആ സന്ദേശത്തിൻ്റെ അലകൾ, കേരളത്തിൻ്റെ മാറ്റത്തിൻ്റെ ചലനങ്ങൾ ഇന്നും വീശിക്കൊണ്ടിരിക്കുന്നു. ഈ അലകൾ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുക. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, മറ്റു പല സംസ്ഥാനങ്ങളിലും ജാതീയമായ വേർതിരിവുകളുണ്ട്. ഇന്നും എന്താണ് ജാതിയുടെ പേരിൽ കടുത്ത വിവേചനവും ചൂഷണവും നേരിടുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് ജനവിഭാഗങ്ങൾ ഉത്തരേന്ത്യയിലുണ്ട്. പലയിടങ്ങളിലും ഇപ്പോഴും എന്താണ് കലഹങ്ങളും പലതരത്തിൽപ്പെട്ട വർഗീയ ചേരിതിരിവുകളും ഒപ്പം തന്നെ എന്താണ് പലതരത്തിൽപ്പെട്ട കലഹങ്ങളും ബഹളങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും നമുക്കറിയാം. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ സന്ദേശം അതിന്നും സാർവകാലിക പ്രസക്തിയോടെ നിലനിൽക്കുന്നതായി നമുക്ക് കാണാം. ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ P.K. ഗോപാലകൃഷ്ണൻ. നമുക്കിനി പഠന പ്രവർത്തനങ്ങൾ ചെയ്യാം. ആദ്യ ചോദ്യം, ഇവരെ വേർതിരിച്ചിരുത്തണമോ എന്ന് ഗുരു ജനക്കൂട്ടത്തോട് ചോദിച്ചു. എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവരും സമന്മാരാണെന്ന തോന്നലുണ്ടാക്കിക്കൂടാ? ഗുരുവിൻ്റെ വാക്കുകളിൽ തെളിയുന്ന മാനവികതാബോധത്തിൻ്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുക. ഇവരെ വേർതിരിച്ചിരുത്തണമോ എന്ന് ഗുരു ജനക്കൂട്ടത്തോട് ചോദിച്ചു. എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവരും സമന്മാരാണെന്ന തോന്നൽ ഉണ്ടാക്കിക്കൂടാ? ഗുരുവിൻ്റെ വാക്കുകളിൽ തെളിയുന്ന മാനവികതാബോധത്തിൻ്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുക. അരുവിപ്പുറത്ത് ശിവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു സമ്മേളനത്തിൽ വച്ചാണ് ഗുരു ഇപ്രകാരം ചോദിച്ചത്. ചെറുപ്പക്കാരും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം അവിടെയുണ്ടായിരുന്നു. യോഗസ്ഥലത്ത് വെയിൽ കൊണ്ടു കരുവാളിച്ച ദേഹപ്രകൃതിയോടു കൂടിയ ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളും മറ്റുള്ളവരിൽ നിന്ന് മാറി അകന്നിരിക്കുന്നതു കണ്ട് ആശങ്കാകുലനായാണ് ഗുരു ഇങ്ങനെ ചോദിച്ചത്. പാവപ്പെട്ട കർഷക തൊഴിലാളികളായിരുന്നു അവർ. പാവപ്പെട്ട ആ തൊഴിലാളികളും അവരുടെ പൂർവികരും യുഗങ്ങളായി പണക്കാർക്കു വേണ്ടി പണിയെടുക്കുന്നവരാണ്. അവരെ ജാതിയുടെ പേരിൽ മാറ്റിയിരുത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. അവരിൽ നിന്ന് 2 കുട്ടികളെ അദ്ദേഹം തൻ്റെ അടുക്കലേക്ക് വിളിച്ച് ചേർത്തിരുത്തി. മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് കണ്ണീരോടെ ഗുരു പറഞ്ഞപ്പോൾ യുഗങ്ങളായി പാലിച്ചു വന്ന ആചാരത്തിൻ്റെ കാണാച്ചരടുകൾ ഭേദിക്കുകയായിരുന്നു അദ്ദേഹം. ജാതിക്കും മതത്തിനുമപ്പുറം മാനുഷികതയ്ക്കും സാഹോദര്യത്തിനുമാണ് ഗുരു പ്രാധാന്യം നൽകിയത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള എല്ലാ വേർതിരിവുകളും അനാചാരങ്ങളും അദ്ദേഹം തള്ളിക്കളഞ്ഞു. അടുത്ത ചോദ്യം ഒരു താരതമ്യക്കുറിപ്പാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ
ഒപ്പം എന്താണ് താഴെ പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ജാതിക്കുമ്മി എന്ന ഖണ്ഡകാവ്യത്തിലെ വരികളും നൽകിയിട്ടുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, ജാതിഭേദമോ മതദ്വേഷമോ ഏതുമില്ലാതെ സർവരും എല്ലാവരും സോദരത്വേന സാഹോദര്യത്തോടെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറത്തെ ആശ്രമത്തിന് പുറത്തെ ഭിത്തിയിൽ അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി പ്രദർശിപ്പിച്ചിരിക്കുന്ന വരികളാണിവ. ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാതെ മനുഷ്യരെല്ലാവരും സാഹോദര്യത്തോടെ ജീവിക്കുന്ന മാതൃകാസ്ഥാനം എന്ന്. അപ്പോൾ അതുപോലെ തന്നെ പണ്ഡിറ്റ് KP കറുപ്പൻ്റെ വരികളും നൽകിയിട്ടുണ്ട്. എല്ലാവരും നമ്മൾ മനുഷ്യന്മാരല്ലാതെ മാടും മരവുമല്ല, വല്ലായ്മ പോക്കുക ശാസ്ത്രീയമാം ജാതി ചൊല്ലാം മനുഷ്യത്വം യോഗപ്പെണ്ണേ, ഒരു നല്ല ജാതിയതു ജ്ഞാനപ്പെണ്ണേ. ജാതിക്കുമ്മി പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ജാതിക്കുമ്മി എന്ന ഖണ്ഡകാവ്യത്തിലെ വരികളാണിവ. മുകളിൽ നൽകിയ വരികളിലെ ആശയതലം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളും ഒപ്പം എന്താണ് പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ജാതിക്കുമ്മി എന്ന ഖണ്ഡകാവ്യത്തിലെ വരികളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ മനുഷ്യരെല്ലാവരും സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു മാതൃകാസ്ഥാനമായി നമ്മുടെ നാടിനെ കാണാൻ ആഗ്രഹിക്കുകയാണ് ശ്രീനാരായണ ഗുരു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിയെയും ആചാരങ്ങളെയും അദ്ദേഹം വെറുക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. മാനുഷികതയ്ക്കും സാഹോദര്യത്തിനുമാണ് അദ്ദേഹം ഊന്നൽ നൽകിയത്. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ജാതിക്കുമ്മിയിലും സമാനമായ ദർശനം തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും മനുഷ്യരാണെന്നും അല്ലാതെ മൃഗമോ മരമോ അല്ലെന്നും പണ്ഡിറ്റ് KP കറുപ്പൻ പറയുന്നു. ജാതിയുടെ പേരിലുള്ള വേർതിരിവുകളും അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുക. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരു ജാതിയേയുള്ളൂ, അത് മനുഷ്യജാതിയാണ്, മനുഷ്യത്വമാണ്, അത് നല്ല ജാതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ശ്രീനാരായണ ഗുരുവും പണ്ഡിറ്റ് KP കറുപ്പൻ്റെയും കാഴ്ചപ്പാട് ഒന്നു തന്നെയാണെന്നു കാണാം. ശ്രീനാരായണ ഗുരുവിൻ്റെയും പണ്ഡിറ്റ് KP കറുപ്പൻ്റെയും കാഴ്ചപ്പാട് ഒന്നു തന്നെയാണെന്നു കാണാം. മനുഷ്യൻ എന്ന ഒരു ജാതി മാത്രമേയുള്ളൂ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ. മനുഷ്യരെ വേർതിരിക്കുന്ന ജാതി മത വ്യത്യാസങ്ങളെയും ആചാരവിശേഷങ്ങളെയും ആ മഹാത്മാക്കൾ തള്ളിക്കളഞ്ഞു. അടുത്ത ചോദ്യം ഒരു ഉപന്യാസ രചനയാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ വരികളാണിവ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. തന്നിരിക്കുന്ന സൂചനയും പാഠഭാഗത്തെ ആശയവും പരിഗണിച്ച് ഗുരുദർശനങ്ങളുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഗുരുദർശനങ്ങളുടെ സാർവകാലിക പ്രസക്തി. സാർവകാലികം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തുമുള്ള എന്നാണ് അർത്ഥം. ഗുരുദർശനങ്ങളുടെ സാർവകാലിക പ്രസക്തി. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്നത്. ജാതീയമായ വേർതിരിവുകൾ ഏറ്റവും കടുത്തു നിന്നിരുന്ന ഒരു കാലത്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനവും ജീവിതവും. അതുകൊണ്ട് തന്നെ ജാതിയുടെ പേരിലുള്ള അസമത്വങ്ങളും വേർതിരിവുകളും അദ്ദേഹത്തിന് അനുഭവിച്ചറിയുവാൻ സാധിച്ചു. ജാതിക്കും മതത്തിനും അപ്പുറം മാനുഷികതയ്ക്കും സാഹോദര്യത്തിനുമാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള എല്ലാ വേർതിരിവുകളും അനാചാരങ്ങളും അദ്ദേഹം തള്ളിക്കളഞ്ഞു. അധകൃത ജനവിഭാഗത്തിന് ക്ഷേത്രപ്രവേശനവും ആരാധനയും നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ അരുവിപ്പുറം പ്രതിഷ്ഠ ഒരു സാമൂഹിക വിപ്ലവം തന്നെയായിരുന്നു. പ്രതിഷ്ഠ നടന്നതിൻ്റെ തൊട്ടടുത്ത വർഷം അരുവിപ്പുറത്തെ ശിവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു സംഭവത്തിലൂടെ ജാതി സങ്കല്പത്തിൻ്റെ നിരർത്ഥകതയെയാണ് ഗുരു ചോദ്യം ചെയ്തത്. ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു യോഗത്തിൽ വച്ച് മറ്റുള്ളവരിൽ നിന്ന് അകന്നു മാറിയിരിക്കുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട കർഷക തൊഴിലാളികളെ കണ്ട് ഗുരു ദുഃഖിതനായി. പാവപ്പെട്ട ആ തൊഴിലാളികളും അവരുടെ പൂർവികരും യുഗങ്ങളായി പണക്കാർക്കു വേണ്ടി പണിയെടുക്കുന്നവരായിരുന്നു. അവരിൽ നിന്നും 2 കുട്ടികളെ തൻ്റെ അടുത്തേക്ക് വിളിച്ച് തൻ്റെ ഇരുവശത്തുമായി അവരെ ചേർത്തിരുത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞു, മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിൻ്റെ മക്കളാണ്.
ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ജാതിയുടെ നിരർത്ഥകത വെളിപ്പെടുത്തുന്നതായിരുന്നു ഗുരുവിൻ്റെ വാക്കുകളും പ്രവൃത്തിയും. സാമൂഹികമായ എല്ലാ അസമത്വങ്ങൾക്കും വിവേചനങ്ങൾക്കുമെതിരെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. ആത്മോപദേശ ശതകത്തിലെ ഈ വരികളും സാഹോദര്യത്തിലും മനുഷ്യസ്നേഹത്തിലും അടിയുറച്ചതാണ്. സ്വന്തം സുഖത്തിനായി നാം ചെയ്യുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ സുഖത്തിനു കൂടി പ്രയോജനപ്പെടുന്നതാകണം എന്നാണ് ഗുരു പറയുന്നത്. ഞാനെന്ന സ്വാർത്ഥചിന്തയ്ക്കപ്പുറം നമ്മൾ എന്ന സാഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും കാഴ്ചപ്പാടാണ് അഭികാമ്യം എന്ന് ഗുരു പറയുന്നു. ഒരു ഉറുമ്പിന് പോലും ഉപദ്രവമുണ്ടാകാത്ത തരത്തിലുള്ള അനുകമ്പ മനസ്സിൽ സൂക്ഷിക്കാൻ അനുകമ്പാദശകത്തിലൂടെ അദ്ദേഹം ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടും ഇന്നും മനുഷ്യന്റെ ഉള്ളിൽ നിന്നും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വേർതിരിവുകൾ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. ജാതിപരമായ അധിക്ഷേപങ്ങളും മാറ്റിനിർത്തലുകളും ദുരഭിമാന കൊലയുമെല്ലാം ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ നിലനിൽക്കുന്നതായി കാണാം. നവോത്ഥാന കാലം നമുക്ക് പകർന്നു തന്ന പുരോഗമനപരമായ ചിന്തകളും കാഴ്ചപ്പാടും നഷ്ടപ്പെട്ടു പോകാതെ നാം സൂക്ഷിക്കണം. രാഷ്ട്രീയ ലാഭത്തിനും മുതലെടുപ്പിനുമായി ജാതിമത ചിന്തകളും വിഭാഗീയ ചിന്തകളും മനുഷ്യരുടെ ഇടയിൽ വളർത്തുവാനുള്ള ബോധപൂർവമായ ശ്രമം കുറച്ചു കാലങ്ങളായി നടക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതുവരെ നാം കാത്തു സൂക്ഷിച്ച മതേതരത്വവും സാഹോദര്യവും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഗുരുവചനങ്ങൾക്ക് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. അത് സാഹോദര്യത്തിൻ്റെയും തുല്യതയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും സന്ദേശമാണ്. അടുത്ത ചോദ്യം. മഠത്തിൻ്റെ ചുമരിന്മേൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്ന ഒരാൾ ഉറക്കെ വായിച്ചു. മറ്റൊരു വാക്യവും കൂടി തന്നിട്ടുണ്ട്. യോഗാവസാനത്തിൽ തൻ്റെ മഠത്തിൻ്റെ ചുമരിന്മേൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്ന ഒരാളെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചു. അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അവ സന്ദർഭത്തിൽ നൽകുന്ന അർത്ഥവ്യത്യാസം എന്താണ്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ സമർത്ഥിക്കുക. ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കൂ. മഠത്തിൻ്റെ ചുമരിന്മേൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്ന ഒരാൾ ഉറക്കെ വായിച്ചു. രണ്ടാമത്തെ വാക്യം, യോഗാവസാനത്തിൽ തൻ്റെ മഠത്തിൻ്റെ ചുമരിന്മേൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്ന ഒരാളെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചു. ഈ രണ്ടു വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നോക്കാം. ആദ്യത്തെ വാക്യത്തിൽ വായന എന്ന പ്രവൃത്തി ആരുടെയും പ്രേരണയില്ലാതെ സ്വയം ചെയ്തതാണ് എന്നു മനസ്സിലാക്കാം. മഠത്തിൻ്റെ ചുമരിന്മേൽ കുറിച്ചിട്ട വാക്യങ്ങൾ അദ്ദേഹം വായിച്ചു എന്നുള്ളത്. രണ്ടാമത്തെ വാക്യത്തിൽ മറ്റൊരാളുടെ നിർബന്ധമോ പ്രേരണയോ കൊണ്ടാണ് അയാൾ വായിച്ചത് എന്ന് മനസ്സിലാക്കാം. വായിച്ചു, വായിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? വായിച്ചു എന്ന് പറഞ്ഞാൽ സ്വയം ചെയ്യുന്ന പ്രവൃത്തിയാണ്. വായിപ്പിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് നടക്കുന്നതാണ്. ആദ്യത്തെ വാക്യത്തിൽ വായന എന്ന പ്രവൃത്തി ആരുടെയും പ്രേരണയില്ലാതെ സ്വയം ചെയ്തതാണ് എന്നു മനസ്സിലാക്കാം. വായിച്ചു എന്നാണ് പറയുക. രണ്ടാമത്തെ വാക്യത്തിൽ മറ്റൊരാളുടെ നിർബന്ധമോ പ്രേരണയോ കൊണ്ടാണ് അയാൾ വായിച്ചത് എന്നു മനസ്സിലാക്കാം. കാരണം എന്താണ്? വായിപ്പിച്ചു എന്നാണ് ആ ക്രിയാപദം തന്നിരിക്കുക. കേവലം പ്രയോജകം. ക്രിയയിലെ ഒരു വിഭാഗമാണ് കേവല ക്രിയയും പ്രയോജക ക്രിയയും. ഒരാൾ സ്വയം ചെയ്യുന്ന പ്രവൃത്തിയാണ് കേവലക്രിയ. ഉദാഹരണം, ഓടുന്നു, ചാടുന്നു, വായിക്കുന്നു, എഴുതുന്നു. അങ്ങനെ ഒരുപാട് പദങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. സ്വയം ചെയ്യുന്ന പ്രവൃത്തി: ഓടുന്നു, ചാടുന്നു, വായിക്കുന്നു, എഴുതുന്നു, തിന്നുന്നു, നടക്കുന്നു എന്നൊക്കെ നമുക്ക് ഒരുപാട് പദങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. മറ്റൊരാളുടെ പ്രേരണയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രയോജക ക്രിയ. ഉദാഹരണം, ഓടിക്കുന്നു, തനിയെ ചെയ്യല്ല, മറ്റൊരാൾ നമ്മെ ഓടിക്കുകയാണ്. ചാടിക്കുന്നു, എഴുതിക്കുന്നു, വായിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മറ്റൊരാളുടെ പ്രേരണയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രയോജക ക്രിയ. അപ്പോൾ ആദ്യ വാക്യം കേവലക്രിയയിലും രണ്ടാമത്തെ വാക്യം പ്രയോജക ക്രിയയിലുമാണ്. ഒന്ന് തനിയെ ചെയ്യുന്നത്, മറ്റൊന്ന് മറ്റൊരാളുടെ പ്രേരണയോ നിർബന്ധമോ കൊണ്ട് ചെയ്യിക്കുന്നത്.